യെസ്, അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും I+ന്റെ PhD ഓറിയന്റേഷൻ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ സാമ്പിൾ ഫ്രെയിം കാര്യങ്ങൾ അതൊക്കെ ഈ സാമ്പിളിംഗ് ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഒരു ബേസ് എന്നുള്ള രീതിയിൽ ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. യെസ്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഒന്ന് രണ്ട് കാര്യമുണ്ട് സാമ്പിളിങ്ങിനെ പറ്റി. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണല്ലോ അല്ലേ? നിങ്ങൾക്ക് ബോറിംഗ് ഉണ്ടല്ലോ ഇല്ലല്ലോ? ഇൻട്രസ്റ്റ് ആണല്ലോ അല്ലേ? ഇനി പറയാൻ പോകുന്നത് ഒരു റിസർച്ചിന്റെ നട്ടലാണ്. നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഭാഗത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവസാനമെങ്കിലും ചോദിച്ചോളാം കേട്ടോ. ഇപ്പൊ പോകാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു പോപ്പുലേഷൻ സാമ്പിൾ ഓക്കെ. പോപ്പുലേഷൻ ഇപ്പൊ നമ്മള് കോവിഡ് പാൻഡമിക് സിറ്റുവേഷനെ പറ്റി പഠിക്കുകയാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പോപ്പുലേഷൻ ആയിട്ടുള്ള ജസ്റ്റ് എക്സാമ്പിൾ പറയാം കേട്ടോ. ഓക്കെ, ഒരു തൊഴിൽ മേഖലയിൽ എങ്ങനെയാണ് കോവിഡ് അഫക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മുടെ സ്റ്റഡി. ഓക്കെ, ഇപ്പൊ 3.5 കോടി ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു മേഖല എടുത്തു. ഓക്കെ, അവിടെ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? കോവിഡിന്റെ പാൻഡമിക് സിറ്റുവേഷൻ എങ്ങനെയാണ് അവരെ അഫക്ട് ചെയ്യുന്നതാണ് നമ്മുടെ പ്രോബ്ലം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെന്ന് വെച്ചാൽ 3.5 കോടി ആളുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ റെപ്രസെന്റേറ്റീവ് സാമ്പിൾസ് എടുത്തിട്ടാണ് നമ്മൾ പഠിച്ചെന്ന് വിചാരിക്കാം. ക്ലിയർ? യെസ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് 2 തരത്തിലുള്ള സാമ്പിളിംഗ് മെക്കാനിസം ഉണ്ട്. നിങ്ങൾക്ക് അറിയാം അല്ലെ? പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്. ക്ലിയർ ആയോ? യെസ്. നമ്മുടെ ഒരു പോപ്പുലേഷന്റെ സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്തത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് രീതിയിലാണ് വിചാരിച്ചത്. എന്ന് വെച്ചാൽ കൺവീനിയന്റ് സാമ്പിളിങ്ങോ, ജഡ്ജ്മെന്റ് സാമ്പിളിങ്ങോ, സ്നോബോൾ സാമ്പിളിങ്ങോ, അങ്ങനെ ഏതെങ്കിലും ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് വെച്ചിട്ടാണ് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ പോപ്പുലേഷന്റെ ട്രൂ റെപ്രസെന്റേറ്റീവ് അല്ല സാമ്പിൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൈൻഡിങ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ പോപ്പുലേഷനിലേക്ക് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഒന്നാമത്തെ ബേസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ഡേറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെങ്കിൽ മാത്രമേ എന്ന് വെച്ചാൽ എന്താണ്? അതായത് പോപ്പുലേഷന് ഈക്വൽ ആയിട്ട് എല്ലാ ആളുകളും സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ ട്രൂ റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ സാമ്പിൾ എങ്കിൽ നമുക്ക് പറയാം ഡേറ്റ നോർമലി ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. ഡേറ്റ നോർമലി ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെങ്കിൽ നമുക്ക് അവിടെ പാരാമെട്രിക് ടെസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പാരാമെട്രിക് ടെസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പ്രോപ്പർ ആയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? പാരാമെട്രിക് ടെസ്റ്റ് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ സാമ്പിള് നമുക്ക് പോപ്പുലേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ഡേറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ഫൈൻഡിങ്സ് നമ്മുടെ പോപ്പുലേഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? ഇനി നമ്മുടെ ഒരു സാമ്പിള് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്താണ്? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് എങ്കിൽ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഏതാണ്? അതേത് ടെക്നിക്ക് നമ്മൾ എടുക്കുന്നത്? നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണെന്നുണ്ടോ? അപ്പൊ അങ്ങനെ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ നമ്മൾ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് പോപ്പുലേഷനിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സാമ്പിളിംഗ് പ്രൊസീജിയറിലുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ സാമ്പിളിംഗ് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു വേണം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് 1-2 കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഓരോ സാമ്പിളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വിചാരിക്കാം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കണം കേട്ടോ. യെസ്, അതില് 1-2 കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വേണം, നല്ലതാണ് കേട്ടോ. അത് പോപ്പുലേഷൻ ഫിനിറ്റ് ആണ്. അതായത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്രയാണ് പോപ്പുലേഷൻ എന്ന് അറിയാം. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഹോമോജീനിയസും ആണെന്ന് വിചാരിച്ചു. പോപ്പുലേഷൻ ഫിനിറ്റും ആണ്, പോപ്പുലേഷൻ ഹോമോജീനിയസും ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏത് സാമ്പിളിംഗ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും? സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ് അവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ ആണല്ലോ? ഒരു പോപ്പുലേഷൻ, അതായത് നിങ്ങൾക്ക് ഇപ്പൊ 3.5 കോടി ജനങ്ങൾ ഉണ്ടെന്ന് കൃത്യമായിട്ട് എനിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? ഈ തൊഴിലിന്റെ ഡാറ്റാബേസ് ഗവൺമെന്റിന് അവൈലബിൾ ആണ്. അപ്പൊ ഗവൺമെന്റ് റെക്കോർഡിൽ പറയുന്നുണ്ട് ഈ തൊഴിൽ ചെയ്യുന്നത് 3.5 കോടി ജനങ്ങളാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്.
അപ്പൊ ഒരു പോപ്പുലേഷൻ ഫിനിറ്റ് ആണ്, പോപ്പുലേഷൻ ഹോമോജീനിയസ് ആണെങ്കിൽ അവിടെ നമുക്ക് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, യെസ്. ഇനി ഒരു പോപ്പുലേഷൻ ഫിനിറ്റ് ആണ്, പക്ഷെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് ആണെങ്കിൽ അവിടെ നമ്മൾ സ്ട്രാറ്റിസ്ഫൈഡ് സാമ്പിളിംഗ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ശ്രദ്ധിച്ചോണം, പോപ്പുലേഷൻ നമുക്ക് അറിയില്ലെങ്കിൽ, പോപ്പുലേഷൻ നമുക്ക് അൺനോൺ ആണെങ്കിൽ, പോപ്പുലേഷൻ നമുക്ക് അറിയുന്നില്ല, എക്സാക്ട് പോപ്പുലേഷൻ നമുക്ക് അറിയില്ലെങ്കിൽ അവിടെ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ സാമ്പിളിംഗുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് റെലവൻസ് ഉണ്ട്. സാമ്പിൾ ഫ്രെയിം നമ്മൾ ചെയ്യണം, സാമ്പിൾ സൈസ്, കൊച്ചറാം ഫോർമുല നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊച്ചറാം ഫോർമുല, അങ്ങനെയുള്ള ഫോർമുലാസ് ഉണ്ട് സാമ്പിൾ സൈസ് സെറ്റ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെ നമുക്ക് സാമ്പിൾ സൈസ് എത്രയാണെന്ന് പറയണം. ഓക്കെ, സാമ്പിൾ പ്രൊസീജിയറുകളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് എന്താണ് മുന്നോട്ട് പോവാണ്. ഓക്കെ, യെസ്. ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ, എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ, ഞാൻ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അതായത് നിങ്ങൾ എസ്ട്രോണിക്സ് വേരിയബിൾ അതൊക്കെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എസ്ട്രോണിക്സ് വേരിയബിൾ, കൺട്രോൾ വേരിയബിൾ, ഇന്റലിജൻസ് വേരിയബിൾ ഒക്കെ കേട്ടിട്ടുണ്ടോ? കറക്റ്റ് അത് കണക്ട് ആണെങ്കിൽ നമ്മളിതിപ്പോ പറയുന്നത് കയറും. ഓക്കെ, അതായത് ഒരു സാമ്പിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് ക്രൈറ്റീരിയ വരുന്നുണ്ട്. ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ വരുന്നുണ്ട്, എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ ഉണ്ട്. അതായത് നമ്മുടെ പോപ്പുലേഷനിൽ ആരൊക്കെ വേണം നമ്മൾ കൃത്യമായിട്ട് സാമ്പിൾ ഉൾപ്പെടുത്താൻ, അതാണ് ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ. ഏതൊക്കെ ആൾക്കാർ ഉൾപ്പെടുത്തണ്ട, അതാണ് എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പോപ്പുലേഷന്റെ റെലവന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സുകൾ എല്ലാം എന്തിരിക്കണം, സാമ്പിളിൽ ഉൾപ്പെടുത്തണം. അതാണ് റെലവന്റ് പോപ്പുലേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്റ്റഡീസ് നടക്കുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ആണെങ്കിൽ കൃത്യമായിട്ട് ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ, ആ ബിഹേവിയറുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആളുകളെല്ലാം നമ്മുടെ സാമ്പിളിന്റെ ഭാഗമാണ്. ഞാൻ കുറച്ചും കൂടെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, സ്മോക്കിംഗ് എന്ന് പറയുന്നത് ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഡിപ്പെൻഡ് വേരിയബിൾ ഏതാണ്? ഡിപ്പെൻഡ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സ്മോക്കിംഗ് ലീഡ്സ് ടു ക്യാൻസർ അല്ലെ? സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളും ക്യാൻസർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് വേരിയബിളും ആണ്. ക്ലിയർ ആണെന്നുണ്ടോ? യെസ്. അപ്പൊ സ്മോക്കിംഗ് ലീഡ്സ് ടു ക്യാൻസർ എന്ന് നമുക്ക് പറയണമെങ്കിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 20 പേരെ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ അവര് തീർച്ചയായിട്ടും സ്മോക്ക് ചെയ്തവരായിരിക്കുമല്ലോ അല്ലെ? സ്മോക്ക് ചെയ്തവരായിരിക്കും. ക്ലിയർ? യെസ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ക്യാൻസർ വരുന്നു. ഓക്കെ, അപ്പൊ ക്യാൻസർ വരാൻ പല കാരണം ഉണ്ടാവും. ഹെറിഡിറ്റി ഒരു കാരണമായിരിക്കും അല്ലെ? ലൈഫ് സ്റ്റൈൽ അല്ലെ? ലൈഫിന്റെ ജീവിതക്രമം വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? യെസ്. അവരുടെ ഹെൽത്ത് വൈസ് അവർ ശ്രദ്ധ ചെലുത്തുന്ന കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും വരും. ഓക്കെ, യെസ്. അപ്പം ഇതെല്ലാം കൺട്രോൾ ആയിട്ടിരിക്കുന്ന 20 പേരെ വേണ്ടേ നമുക്ക് എടുക്കാൻ. അതായത് ഞാൻ എടുക്കുന്ന 20 പേരിൽ 20 പേർക്കും അവരുടെ ഫാമിലിയിൽ ആർക്കും ക്യാൻസർ വന്നവരാകരുത്. ശരിയല്ലേ? യെസ്. പിന്നെന്താണ് ഈ 20 പേരിൽ ആർക്കും എന്ത് സംഭവിക്കാൻ പാടില്ല? അവർക്ക് അവരുടെ ഹെൽത്ത് കൃത്യമായിട്ട് അവർ നോക്കുന്നവരും, അതുപോലെ ഹെൽത്ത് കൃത്യമായിട്ട് അവർ നല്ല ആഹാരം കഴിക്കുന്നവരും, നല്ല വ്യായാമം ചെയ്യുന്നവരും, അങ്ങനെ എന്താണ് സ്മോക്ക് മാത്രം ചെയ്യുന്നവരും, എന്നാൽ ബാക്കി ക്യാൻസറിനെ ലീഡ് ചെയ്യുന്ന യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്ത 20 പേരെ വേണം ഞാൻ എടുക്കാൻ. ശരിയല്ലേ? അങ്ങനെ 20 പേരെ എടുത്തിട്ട് ഞാൻ പഠിച്ചാൽ മാത്രമല്ലേ സ്മോക്കിംഗ് ലീഡ്സ് ടു ക്യാൻസർ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ? ഇതിനെയാണ് സാമ്പിളിന്റെ ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹോമോജീനിയസ് ആക്കണം. അതായത് നമ്മൾ എടുക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും എന്തായിരിക്കണം? നമ്മുടെ സ്റ്റഡിയുടെ ട്രൂ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആയിരിക്കണം. ക്ലിയർ ആയോ? എന്താണോ നമ്മുടെ പോപ്പുലേഷൻ, സ്മോക്ക് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എടുക്കുന്നത് അല്ലെ? അതാണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം.